അയർലൻഡിൽ നമ്മുടെ ഫസ്റ്റ് കാർ എടുക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ കാർ. ബ്രോ നമ്മളോട് വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. എങ്ങനെയുണ്ട് പുതിയ കാറിന്റെ എക്സ്പീരിയൻസ്? ഇൻഷുറൻസിന്റെ കാശുണ്ടെങ്കിൽ നമുക്ക് നാട്ടില് ഒരു ഓൾട്ടോ മേടിക്കാം. നമ്മളുടെ ഫസ്റ്റ് ഡ്രൈവ് ആണ്. വണ്ടി ഞാൻ കാണാൻ വരും. അമല ഹാപ്പി ആയി. ട്രീറ്റ് ആണ്. അതെ, വലിയ ട്രീറ്റ് ആയി പോയി. ബർത്ത്ഡേ ആയിട്ട് അമലയ്ക്ക് വേണ്ടി ഒരു അമലയെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്യിപ്പിച്ചതാണ്. ഹായ് ഫ്രണ്ട്സ്, അയർലൻഡിൽ നമ്മുടെ ഫസ്റ്റ് കാർ എടുക്കാൻ പോവാണ്. കാർ അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം. നമ്മളിപ്പോൾ നിൽക്കുന്ന നേസ് എന്ന് പറഞ്ഞിട്ട് കിൽഡെയർ എന്ന് പറഞ്ഞ വേറെ കൗണ്ടിയിലാണ്. ബസ് നമ്പർ 126 എടുത്ത് ഈ കൗണ്ടിയിൽ വന്നു. നോക്കി കിട്ടാത്തോണ്ട് നമ്മള് കിൽഡെയറിൽ വന്ന് എടുക്കുകയാണ്. ഇവിടെ കാറുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. നമ്മൾ കുറെ നോക്കിയായിരുന്നു, കുറെ ഷോറൂം നോക്കി, കുറെ ബിൽഡ് കാർ നോക്കി. എല്ലാം ഒരു 2-3 months ഒക്കെ ടൈം എടുക്കും. നമ്മളൊരെണ്ണം ബുക്ക് ചെയ്തിരുന്നതുമാണ്. അതെ, പക്ഷെ പിന്നെ കിട്ടുന്ന ഒരു അവൈലബിലിറ്റി വന്നപ്പോഴത്തേനും നമ്മൾ അത് ക്യാൻസൽ ചെയ്തിട്ട് ഇതെടുത്തു. എനിക്ക് തോന്നുന്നു ഡബ്ലിനിൽ ഉള്ള എല്ലാ കാർ ഷോറൂമിലും കയറി ഇറങ്ങി. 1-2 കാർ ബുക്ക് ചെയ്തു, അത് ക്യാൻസൽ ചെയ്തു. അവസാനം നമ്മൾ ഇവിടെ എത്തി. മുന്നേ പോയത് അത്രയും ഡബ്ലിനാണ് കേട്ടോ. ഡബ്ലിന് പുറത്ത് ഒരെണ്ണേ വന്നോളൂ നമ്മൾ. അതെ, അത് ബുക്ക് ചെയ്തു. എനിക്ക് ലൈസൻസ് കിട്ടിയത് ആക്ച്വലി ഒക്ടോബർ 2023 അന്ന് തൊട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യൂസ്ഡ് കാർ എടുക്കണോ പുതിയ കാർ എടുക്കണോ അങ്ങനെയുള്ള കൺഫ്യൂഷനിലൊക്കെ ആയിരുന്നു. പച്ചപ്പിൻ്റെ കൂടെ, അതെ, പച്ചപ്പിൻ്റെ ഇടയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. 20 മിനിറ്റ് നടക്കണം നമുക്ക്. ബസ് ഇറങ്ങിയിട്ട് ഹോസ്പിറ്റലിൽ ഇറങ്ങിയിട്ട് 20 മിനിറ്റ് നടക്കണം. 20 മിനിറ്റ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതുപോലത്തെ നല്ല കാഴ്ചകളൊക്കെ കാണും. അതെ, അവിടെ ഒരു റോഡ് കാണുന്നുണ്ട്. ആ റോഡിൽ തന്നെയാണ് നമ്മുടെ ഷോറൂം. നടക്കുവാണ്. നമ്മൾ സൈക്കിൾ പാത്തിൽ കൂടെ നടന്നു. ആ കാണുന്നതാണ് നമ്മുടെ ഷോറൂം ടൊയോട്ട. കാർ നമുക്ക് സർപ്രൈസ് ആയിട്ട് റിവീൽ ചെയ്യുന്നതായിരിക്കും. ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഏത് കാറാണ്. നമ്മളിത് ആ ഷോറൂം എത്തി. ഇനി ക്രോസ് ചെയ്തിട്ട് അവരെ പോയി കാണണം. ഇപ്പൊ നമ്മൾ ഷോറൂമിന്റെ ഫ്രണ്ടിലെത്തി. നമുക്ക് എന്തായാലും പോയി വണ്ടി റിവീൽ ചെയ്യാം. കമോൺ. ഇതാണ് നമ്മുടെ കാറ്. നമ്മൾ റിവീൽ ചെയ്തിരിക്കുകയാണ് ഗൈസ്. കാറ് വന്നപ്പോഴേ ഷോറൂമിന്റെ ഫ്രണ്ടിൽ കിടപ്പുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കാറിന്റെ മോഡൽ എന്ന് പറഞ്ഞാൽ ടൊയോട്ട കൊറോളയാണ്. 1.8 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ കാർ കൺസിഡർ ചെയ്യാൻ കാര്യം. കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻസിയും ലോങ് ഡ്രൈവിംഗ് റേഞ്ച് ഒക്കെ ഉണ്ട്. കാറിന്റെ ബൂട്ട് സ്പേസ് നല്ല വലുതാണ്. നമുക്ക് ട്രാവൽ ഒക്കെ ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇന്റീരിയറും നമുക്ക് ഇഷ്ടപ്പെട്ടു. സീറ്റിംഗ് ആണെങ്കിലും ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണെങ്കിലും എല്ലാം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരുന്നു. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് വണ്ടി ഓടിച്ചൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടിട്ടാണ് കൺഫേം ചെയ്തത്. പക്ഷെ ഒന്നും മനസ്സിലായില്ല. പുതിയതായതുകൊണ്ട് ഇനി എല്ലാം നമ്മൾ തന്നെ ഓടിച്ച് മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ അധികം ഫീച്ചേഴ്സ് ഉണ്ട് ഇതിനകത്ത്. അതെ, കാർ പ്ലേ ഒക്കെ കണക്ട് ചെയ്ത് തന്നു. നമ്മുടെ ആപ്പിൾ ഐഫോണുമായിട്ട് കണക്ട് ചെയ്യുന്ന സംഭവം. അപ്പൊ കട്ട എക്സൈറ്റഡ് ആണ്. നമ്മളെ കാറിന്റെ മോഡൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതെ, കൊറോളയാണ്. പറയാൻ മറന്നുപോയി. നമ്മൾ റിവീലൊക്കെ ചെയ്തു, പക്ഷെ കാറിന്റെ പേര് പറഞ്ഞത് ടൊയോട്ട കൊറോളയാണ്. അപ്പൊ നമ്മള് പെട്ടെന്നായിരുന്നു വിളിച്ചു പറഞ്ഞതും എല്ലാം അറേഞ്ച് ചെയ്തതും. ബ്രോ നമ്മളോട് വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അതെ, അപ്പൊ കട്ട എക്സൈറ്റഡ് ആണ്. കാറിന് ആകെ കാണിച്ചു തരാം. യെസ്, അപ്പൊ നമുക്ക് അകത്ത് വരെ നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ കാറിന്റെ ഉൾവശം. ബാക്കിൽ നമ്മുടെ ജാക്കറ്റ് ഒക്കെ കിടപ്പുണ്ട്. ഇവിടെ എയർ ബാഗിന്റെ സിമ്പലൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഡിജിറ്റൽ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതൊരു എനിക്ക് തോന്നുന്നു 12 ഇഞ്ചിന്റെ സ്ക്രീനാണ്. ഇതിപ്പോ കാർ പ്ലേ ആയിട്ട് കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ ഫോണിന്റെ ഇതാ കാണിക്കുന്നത്. ഓട്ടോമാറ്റിക് കാറാണ്. ദിസ് ഈസ് ആൻ ഓട്ടോമാറ്റിക് കാർ. അതിന്റെ ഇത്രയും ഗിയറേ ഉള്ളൂ. നമുക്ക് ക്ലച്ച് ഇല്ല, ക്ലച്ച് ഒന്നുമില്ല, ബുദ്ധിമുട്ടില്ല, ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ഇനി എൻ പ്ലേറ്റ് ഒട്ടിക്കണം. ഇതില് ഫസ്റ്റ് 2 വർഷം നമുക്ക് ലൈസൻസ് കിട്ടി കഴിഞ്ഞിട്ട് എൻ എന്നുള്ള ബോർഡ് വെച്ചിട്ട് വേണം ഓട്ടിക്കാൻ. അപ്പൊ അത് ഒട്ടിക്കണം. നമുക്ക് ഇതില് വലിയ സ്ക്രീൻ ഉണ്ട്. നമ്മൾ നേരത്തെ നോക്കിയാൽ നമ്മൾ കുറെ കാർ നോക്കിയെങ്കിലും ഇത്രയും നല്ല ഫീച്ചേഴ്സ് ഉള്ള കാർ ഇല്ല. അതുപോലെ ഈ ഒരു ഡിജിറ്റൽ ക്ലസ്റ്റർ, ഇൻഫർമേഷൻ ക്ലസ്റ്റർ ഒന്നും ഇല്ല. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നല്ല വലുതായിരുന്നു. അതെ, ഇത് വലുതാകുമ്പോൾ നമുക്ക് മാപ്പ് ഒക്കെ ഇട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഓൾറെഡി ഓടിച്ച് നോക്കിയിട്ടുണ്ട് ചെറിയ സ്ക്രീനിൽ. അപ്പൊ കാറിന്റെ നല്ല അടിപൊളിയാണ്, നല്ല പ്രീമിയം ലുക്കാണ്. ഇത് ഇങ്ങോട്ടാക്കാം. അപ്പൊ നമുക്ക് കൈയൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കൂളായിട്ടിരുന്ന് ഡ്രൈവ് ചെയ്ത് പോവാം. അപ്പൊ യോ ഗൈസ്,
അടിപൊളി ഡ്രീം കാർ. യെസ്, ഡ്രീം കാറാണ്. നമ്മുടെ അമല എൻ പ്ലേറ്റ് ഒട്ടിക്കാനുള്ള തത്രപ്പാടിലാണ്. അപ്പൊ നമ്മൾ എൻ ബോർഡൊക്കെ ഒട്ടിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് പോവാം. എൻ ബോർഡിൽ ചെറിയ ചുളുക്കൊക്കെ വന്നിട്ടുണ്ട്, എയർ ബബിൾസ്. നമുക്ക് ഊരി ഒട്ടിക്കാം, പിന്നെ ഊരി ഒട്ടിക്കാം. നമ്മൾ ഫ്രണ്ടിലും എയർ ബബിൾസ് ഉണ്ട്. നമ്മുടെ എൻ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. എങ്ങനെയുണ്ട് പുതിയ കാറിന്റെ എക്സ്പീരിയൻസ്? ഓടിക്കാൻ നല്ല സുഖമാണ്. നമ്മള് വീട്ടിലേക്ക് അടിപൊളിയാണ്. മാപ്പ് ഇട്ടാണ് പോകുന്നത്. അതെ, വണ്ടി അടിപൊളിയാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് അധികം പണിയൊന്നും എടുക്കണ്ട. മറ്റേ ഞാൻ നോർമലി ഓടിക്കുന്ന ഗിയറുള്ള വണ്ടികളാണ്. അപ്പൊ ഫുൾ ടൈം നമ്മൾ ഗിയർ മാറക്കും. ഇത് ജസ്റ്റ് ആക്സിലേറ്റർ ഇങ്ങനെ ചവിട്ടി വെച്ചാൽ പോയിക്കൊണ്ടിരിക്കും. നല്ല റൈഡിങ് കംഫർട്ടും സൂപ്പറാണ്. ഓടിക്കാൻ അടിപൊളി. നമുക്ക് കുറച്ച് പുറത്തെ കാഴ്ചകൾ കാണാം. N7 റോഡിലാണ് പോകുന്നത്. സൺസെറ്റ് ആവുന്ന ടൈം ആയിട്ടുണ്ട്. നമ്മള് കിൽഡാറിൽ പോയിട്ടാണ് എടുത്തത്. കിൽഡാർ ഡബ്ലിന്റെ നെക്സ്റ്റ് കൗണ്ടിയാണ്. ഇവിടുന്ന് 1 hour ഡ്രൈവ് ഇല്ല, 30 minutes ഡ്രൈവേ ഉള്ളൂ. പക്ഷെ ബസ്സിലൊക്കെ ആണെങ്കിൽ 1 hour. 2.25 മണിക്കൂർ 3 മണിക്കൂർ അടുപ്പിച്ച് കാണിച്ചായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് ഡബ്ലിൻ സിറ്റി സെന്ററിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 1.5 മണിക്കൂർ. ഇവിടെ വണ്ടി എടുക്കുകയാണെങ്കിൽ ഇപ്പൊ 2 പേര് ഡ്രൈവ് ചെയ്യണേ, 2 പേരുടെ ആളുടെ പേരിലാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പം 2 പേര് ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ 2 ഡ്രൈവേഴ്സിന്റെ പേരിൽ ഇൻഷുറൻസ് എടുക്കണം. എനിക്ക് ലേണേഴ്സേ ഉള്ളൂ, പക്ഷെ അതിന് ഫുൾ ലൈസൻസ് കിട്ടി. ഈ വണ്ടിയുടെ ഇൻഷുറൻസിന്റെ കാശുണ്ടെങ്കിൽ നമുക്ക് നാട്ടില് ഒരു ഓൾട്ടോ മേടിക്കാം. നാട്ടിലെ പോലെ ചീപ്പല്ല. ഞാൻ സ്വിഫ്റ്റ് എടുത്തപ്പോ പോലും 20,000 രൂപ എന്തോ ആയിരുന്നു ഇൻഷുറൻസ് പുതിയ വണ്ടിക്ക്. ഇവിടെ ഫസ്റ്റ് ടൈം ആളുടെ നോക്കിയിട്ടാണ് ഇവര് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈം വണ്ടി എടുക്കുന്നതുകൊണ്ട് ഫസ്റ്റ് ടൈം ഇൻഷുറൻസ് എടുക്കുന്നവർക്ക് നല്ല കൂടുതലാണ്. ഇതിപ്പോ ഞങ്ങൾക്ക് 2 പേർക്ക് ആ ഒരു റേറ്റിന് കിട്ടിയ അത് ഭയങ്കര ബെനിഫിറ്റ് ആണ്. അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് ഡ്രൈവ് ആണ്. ഫസ്റ്റ് ഡ്രൈവ് ഇൻ അവർ ഓൺ കാർ. നമ്മുടെ സ്വന്തം വണ്ടിയിൽ. എന്റെ സ്വന്തം വണ്ടിയിൽ ഞാൻ കാണാൻ വരുമെന്ന് പറഞ്ഞ പോലെ നമ്മുടെ സ്വന്തം വണ്ടി. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ ഡ്രൈവ് ചെയ്തിട്ടുള്ളതെല്ലാം ഗോ കാർ വെച്ചിട്ടാണ്. അപ്പോൾ അത് ഒരുമാതിരി തൊലഞ്ഞ വണ്ടിയായിരിക്കും. ഈ ഒരു റൈഡിങ് കംഫർട്ടൊന്നും കാണത്തില്ല. പക്ഷെ ഇത് നല്ല സുഖമാണ് ഓടിക്കാൻ. സ്വന്തം വണ്ടി, പുതിയ വണ്ടി എന്നൊക്കെ ഉള്ളതാകുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ ഓടിക്കാൻ. അപ്പൊ നമ്മൾ ഇവിടെ 100 ലിമിറ്റ്. നമ്മൾ 100 km/h ഇങ്ങനെ ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 100 കടക്കുന്നില്ല, 96, 98 ആ ഒരു റേഞ്ചിൽ പോവാണ്. വെള്ള വണ്ടി എടുത്തിരിക്കുകയാണ്. വെള്ള വണ്ടി നമ്മുടെ ഒരു വീക്ക്നെസ് ആണ്. കാരണം സ്നോയിന്റെ കളറാണല്ലോ വെള്ള. അതുപോലെ വണ്ടി ഈ പറഞ്ഞ കണക്ക് നമ്മള് വേറൊരു വണ്ടി ബുക്ക് ചെയ്തിരുന്ന കാര്യം പറഞ്ഞല്ലോ, അതില് അതും ഇത് റേറ്റ് ആയിരുന്നു. പക്ഷെ ഇത്രയും ഫീച്ചേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അത് നോക്കി കണ്ടുപിടിച്ചാണ്. അപ്പൊ ഇത്ര ഫീച്ചേഴ്സും കിട്ടി, സെയിം റേറ്റിന് കിട്ടി. അതും കുറച്ചുകൂടെ നേരത്തെ ഏർലിയർ ഡെലിവറി ഡേറ്റ് കിട്ടി നമുക്ക്. ഈ സ്ക്രീനൊക്കെ അത്യാവശ്യമായിരുന്നു. വലിയ സ്ക്രീൻസ്, മാപ്പൊക്കെ, കാരണം നമുക്ക് ഈ സ്ഥലം അറിയത്തില്ലല്ലോ. അപ്പൊ നമുക്ക് മാപ്പ് ഉണ്ടെങ്കിൽ ഭയങ്കര സുഖമാണ്. ഈ ഇൻഫോർടൈൻമെന്റ് അത്യാവശ്യം നല്ല വലുതാ ഇവിടെ നോക്കുമ്പോ. നമ്മളൊരു 2 ഫോൺ സ്ക്രീൻ അത്രയാണ്. 2 അല്ല, എനിക്കൊന്ന് ഫോൺ സ്ക്രീൻ വരെയാണ്. ഒരു 3 സ്ക്രീൻ നിരത്തി വെച്ചാൽ എങ്ങനെ ഇരിക്കും അങ്ങനെ ഇരിക്കുന്നുണ്ട്. നല്ല വലുതാണ്. നമുക്ക് ദൂരെ ഇരുന്നാലും കാണാൻ പറ്റും നമ്മുടെ സ്ക്രീൻ. അപ്പൊ അങ്ങനെ നോക്കിയത് കാറൊക്കെ ഇതുപോലത്തെ ഒരു ജന്തുവിനെ നമ്മൾ താഴെ കൂടെ വന്നപ്പോഴും കണ്ടായിരുന്നു. നമുക്ക് ഒരു എക്സിറ്റ് മാറിപ്പോയി ഗൈസ്. ഒരു എക്സിറ്റ് മാറിപ്പോയോണ്ട് കറങ്ങി തിരിഞ്ഞു. ഗൂഗിൾ ചേച്ചി പറയുന്നത്, ഗൂഗിൾ മമ്മി പറയുന്നത് കറക്റ്റ് ആയിട്ട് കേൾക്കണം. ചെറുതായിട്ടൊന്ന് മാറിപ്പോയാൽ കറക്കും. പ്രത്യേകിച്ച് ഇവിടുത്തെ റോഡ്സ് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. നമുക്ക് 120 സ്പീഡ് ലിമിറ്റ് ഉള്ള റോഡ് കിട്ടിയിരിക്കുകയാണ്. പറക്കാം, കുറച്ചു നേരം നമുക്ക് പറന്ന് കളിക്കാം ഗൈസ്. പക്ഷെ ഇനി 1-2 കിലോമീറ്റർ എന്താ ഉള്ളെന്ന് തോന്നുന്നു. ഒരുപാട് നീ അങ്ങ് പറത്തണ്ട, കുറച്ച് പറത്തിയാ മതി. ഇവിടെ കൺജഷൻ 4 കിലോമീറ്റർ എന്ന് കാണിച്ചിട്ടുണ്ട് റോഡില്. ഇവിടുത്തെ റോഡൊക്കെ ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ കിലോമീറ്റർ പോകുന്ന അറിയില്ല. 19 കിലോമീറ്റർ എന്നാണ് ഈ വണ്ടി എടുത്തത്. ഇപ്പൊ 58 കിലോമീറ്റർ ആയി. ഇപ്പൊ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഡൺ സ്റ്റോഴ്സിൽ വന്നിരിക്കുകയാണ്. കോർണൽസ് കോട്ടുള്ള. അമല ഹാപ്പിയായി. അമലയുടെ ഫേവറേറ്റ് ഷോപ്പാണിത്. അയർലൻഡിലുള്ള എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ഇവിടെ വൗച്ചർ കിട്ടും ഗൈസ്. 50-നും 10 ഓഫ് കിട്ടും ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും കയറാം.
അങ്ങനെ ഞങ്ങൾ കോഫി വാങ്ങിച്ചിരിക്കുകയാണ്, അമല ചായ വാങ്ങിച്ചിരിക്കുകയാണ്, ബ്ലാക്ക് ടീയും. പക്ഷെ ബ്ലാക്ക് ടീയുടെ പാല് കിട്ടിയിട്ടുണ്ടല്ലേ? അത് കുഴപ്പമില്ല, കുഴപ്പമില്ല, പാല് ഞാൻ എടുത്തോളാം. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ടീയും പാലും പിന്നെ ഞങ്ങൾ ഒരു കേക്ക് വാങ്ങിച്ചത്. അമലയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഇതൊന്നും മിക്കവാറും പങ്കെടുക്കും. കൊള്ളാം, നല്ല സംഭവമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മുടെ പ്ലം കേക്ക് പോലെ ഇരിക്കുന്നു. ഞാൻ ഇന്ന് ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല ഗൈസ്. ഇന്ന് വിശാഖിന് ഞാൻ പട്ടിണിക്കിട്ട് ഗൈസ്. ഞാനിന്ന് ഓഫീസിൽ പോയതുകൊണ്ട് വിശാഖിന് ഒന്നും ഉണ്ടാക്കി കൊടുക്കാനും പറ്റിയില്ല. വിശാഖിന് ടൈം കിട്ടിയില്ല, ഭയങ്കര ബിസിയായിരുന്നു. ഈ ഇൻഷുറൻസും ടാക്സും കാറിൻ്റെ കാര്യങ്ങളുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ബിസിയായിരുന്നു. അതെ അതെ, എനിക്ക് കാറിൻ്റെ രജിസ്ട്രേഷൻ ആയെന്ന് വിളിച്ച് പറഞ്ഞതിന് ശേഷം ഞാൻ നിലത്ത് നിന്നിട്ടില്ല. ഫുൾ ടൈം ഇതായിരുന്നു പരിപാടി. ഇൻഷുറൻസ് തപ്പക്കം, നാട്ടിലുള്ള എല്ലാ ഇൻഷുറൻസ് കമ്പനീനെയും വിളിച്ചു, ലോവസ്റ്റ് കോട്ട് എടുത്തു. പിന്നെ അതിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കൽ, രജിസ്ട്രേഷൻ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ വട്ടായി. ഞാൻ കഴിക്കാനൊക്കെ മറന്നുപോയി. അപ്പോഴാണ് പിന്നെ 2 മണിക്കൂർ ട്രാവലും ഉണ്ട്. അങ്ങനെ 1:30 എന്തോ ആയപ്പോൾ ചാടി ഇറങ്ങി നേരെ പോയി വണ്ടി എടുത്തിട്ട് ഇപ്പോൾ വന്നു. അതുകൊണ്ട് ഇതെന്റെ ട്രീറ്റ് ആണ്. അതെ, വലിയ ട്രീറ്റ് ആയി പോയി. 7 യൂറോന്റെ ട്രീറ്റ്. നമുക്കിപ്പോ 7 യൂറോ ചായയും കേക്കും, അല്ല കോഫിയും കേക്കും. നല്ല വിശപ്പുണ്ട്. അപ്പൊ എന്തായാലും കഴിച്ചിട്ടാണ്. ഇനി കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് ഡൺസിൽ കയറിയിട്ട്. ഇതാണ് നമ്മുടെ ഡൺ സ്റ്റോഴ്സ്. ഡ്രസ്സും ഗ്രോസറീസും ഒക്കെ ഉള്ള സ്റ്റോഴ്സ് ആണ്. ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഇനി നമുക്ക് ബസ്സിന്റെ സമയം നോക്കണ്ടെന്ന്. കാറുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഇതില്ല, അഹങ്കരിക്കും. മറ്റത് വലിയ മെനക്കേടാണ്. നമ്മൾ ബസ്സിന്റെ ടൈം നോക്കി ഇറങ്ങിയ ബസ് സ്റ്റോപ്പിൽ വരാൻ താമസിക്കാം. അങ്ങനെ കുറെ പാടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഫുള്ള് കറങ്ങാം. നമ്മൾ പ്രോപ്പറായിട്ട് എക്സ്പ്ലോർ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഇനി തോന്നുമ്പോൾ ഗ്ലെൻഡലോ പോവാം, ഹൈക്ക് ചെയ്യാം. അപ്പം നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. അമല വണ്ടി തള്ളുന്ന കാണാം. കമോൺ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ അമലയുടെ ബർത്ത്ഡേ ആയിട്ട് അമലയ്ക്ക് വേണ്ടി ഒരു ബർത്ത്ഡേ കാർഡ് വാങ്ങിച്ചു. അമലയെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്യിപ്പിച്ചതാണ്. പക്ഷെ നല്ല വലിയ സ്റ്റോറേജ് ആണ്. അമലയെ നമ്മൾ വീണ്ടും വിട്ടിരിക്കുകയാണ് ഇത് വെക്കാൻ. നമുക്ക് വണ്ടിക്കകത്ത് കയറാം. ഇതിനകത്തൊരു ആംബിയൻ ലൈറ്റിംഗ് ഉണ്ട്, അടിപൊളിയാണ് സംഭവം. നമ്മുടെ അമല വന്നിട്ടുണ്ട്. അതെ, ഇതിനകത്ത് പുതിയതിന്റെ ഒരു മണമുണ്ട്, അത് ഭയങ്കര നല്ലതാണ്. ഞാൻ അവസാനം മറ്റേ സ്വിഫ്റ്റ് വാങ്ങിയപ്പോഴായിരുന്നു ഈ ഒരു ഇത് എൻജോയ് ചെയ്തത്. ഇപ്പൊ വീണ്ടും എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പൊ ആംബിയൻ ലൈറ്റിംഗ് അടിപൊളി. ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട ഷോപ്പിംഗ് നമ്മൾ ചെയ്തു. വേറൊരു ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തില്ല. നമ്മുടെ മെയിൻ സംഭവം ഡൺ ഷോപ്പിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അടിപൊളി. നമുക്ക് എന്തായാലും വീട്ടിൽ പോവാം അല്ലേ? അടിപൊളി കാറാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ ഡ്രീം കം ട്രൂ ആണ്. ഭയങ്കര ഇവിടെ വന്ന് നമ്മൾ ഒരുപാട് ബസ്സിൽ അലഞ്ഞ് ബസ്സിന് വെയിറ്റ് ചെയ്ത് ടൈം അത്രയും വേസ്റ്റ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് വിശാഖിന് അങ്ങനെ ഒരു തോന്നല് വന്നതും. പിന്നെ വിശാഖ് ഭയങ്കര സെർച്ചിങ് ആയിരുന്നു, അങ്ങനെ കിട്ടി അവസാനം. അപ്പൊ നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോവാം. അപ്പൊ നമ്മൾ വീട്ടിലെത്തി, വണ്ടി പുറത്ത് പാർക്ക് ചെയ്തു, സക്സസ്ഫുള്ളി പാർക്ക് ചെയ്തു. അതെ, ഭയങ്കര ഹാപ്പിയാണ്. വണ്ടി നമ്മുടെ ഒരു ഡ്രീം അച്ചീവ് ചെയ്തു. അയർലൻഡിൽ വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് കാർ. അപ്പൊ ഓക്കെ, എന്തായാലും ഇത്രയും നേരം വീഡിയോ കണ്ടതിനും സപ്പോർട്ട് ചെയ്തതിനും നന്ദി. നമ്മള് ഇനി കുറെ കൂടെ ട്രാവൽ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ബിക്കോസ് വി ഗോട്ട് എ കാർ ഫൈനലി. ഇനി ഒരുപാട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും ഇൻ ആൻഡ് അറൌണ്ട് അയർലൻഡ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, വീഡിയോസ് ഒരുപാട് കാണണം, ഷെയർ ചെയ്യണം. മാക്സിമം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രം വിശാഖ ആൻഡ് അമല.